സെന്റ് മേരീസ് കോളേജ് ബത്തേരി. നഗരമധ്യത്തിൽ നിന്ന് തെല്ല് അകലെയായി ദൃശ്യചാരുത നിറഞ്ഞു നിൽക്കുന്ന ഒരു കലാലയം. മലങ്കര ഓർത്തഡോക്സ് സഭ വയനാടൻ ജനതയ്ക്ക് നൽകിയ വിദ്യാഭ്യാസ സംഭാവന. 1965 ജൂണിലാണ് ബത്തേരിയിൽ ഒറ്റപ്പെട്ടു കിടക്കുന്ന ഒരു കുന്നിൻ മുകളിലെ 42 ഏക്കർ സ്ഥലത്ത് സെന്റ് മേരീസ് എന്ന ഉപരിപഠന കലാലയം പ്രവർത്തനം തുടങ്ങിയത്. വയനാടിന്റെ വിദ്യാഭ്യാസ രേഖയിൽ സുവർണ ലിപിയാൽ എഴുതപ്പെട്ട ഈ കലാലയത്തെ ബത്തേരിയിലെത്തിച്ചത് ഫാദർ മത്തായി നൂറനാലാണ്. ഓർത്തഡോക്സ് സഭ മലബാറിൽ ഒരു കോളേജ് തുടങ്ങാൻ പദ്ധതിയിട്ട സമയത്ത് സമയോചിത ഇടപെടലിലൂടെ അദ്ദേഹം അത് ബത്തേരിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. തീർത്തും സാധാരണക്കാരനായ ഈ വൈദികന്റെ അസാധാരണ ബുദ്ധികൂർമ്മതയുടെയും ആശയ പാടവത്തിന്റെയും മഹത്തായ ഉദാഹരണമാണ് ഈ കലാലയം. 10ാം ക്ലാസ് വിദ്യാഭ്യാസത്തിനു ശേഷം ഉന്നത വിദ്യാഭ്യാസം ഒരു വിദൂര സ്വപ്നമായി മാത്രം കണ്ടിരുന്ന ഒരു ശരാശരി വയനാട്ടുകാരന്റെ മുന്നിലേക്ക് അവസരങ്ങളുടെ പുതിയ വാതായനം തുറന്നുകൊടുക്കാൻ ഈ കലാലയത്തിന് കഴിഞ്ഞു. ആണ്ടുകൾ കൊണ്ട് ചരിത്രത്തിന്റെ വഴിത്താരകളിൽ സുവർണമുദ്ര പതിപ്പിച്ച് കടന്നുപോയ ഒരു കലാലയം. അറിവിന്റെ വിത്തിറക്കത്തിലൂടെ സംസ്കാരത്തിന്റെ വിളകൾ കൊയ്ത് തലമുറകൾക്ക് മഹത്തായ ജീവിതത്തിന്റെ അന്നമൂട്ടിയ പാഠശാല സെന്റ് മേരീസ് കോളേജ് ബത്തേരി. മണ്ണിന്റെ മണമറിയുന്നവർ തൊട്ട് മാനത്തിന്റെ മനമന്വേഷിക്കുന്നവർക്ക് വരെ ദിശാവെളിച്ചം പകർന്നു നൽകിയ ഈ സുവർണ താരകത്തിന്റെ നേരും നെറിവും അന്വേഷിച്ച് ഒരു തീർത്ഥയാത്ര. ഹായ് ഫ്രണ്ട്സ്, നമുക്കെല്ലാവർക്കും അറിയാലോ, ഈ കൊല്ലം നമ്മുടെ കോളേജിന്റെ 50ാം വാർഷികമാണ്. വാർഷിക പരിപാടികളായി ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ഓരോ പരിപാടികൾ ചെയ്യുന്നുണ്ട്. ഞാൻ സാറോട് സംസാരിച്ചപ്പോൾ നമ്മൾ എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു വിഷ്വൽ പ്രസന്റേഷൻ ആണ് എന്റെ മനസ്സിലോട്ട് വന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഡോക്യുമെന്ററി ചെയ്തുകൂടെ? ഈ ഡോക്യുമെന്ററി ഒക്കെ നടക്കോ? അങ്ങനെ നോക്കിയാ ഒന്നും നടക്കാൻ പോണില്ല. ഇതിനൊക്കെ ക്യാഷ് എവിടെ നിന്നാ? ഇതിനെപ്പറ്റി ഞാനും സാറോട് സംസാരിച്ചായിരുന്നു. അപ്പം ഒരു പരിധി വരെ കോളേജിൽ നിന്ന് ഫണ്ട് അനുവദിക്കുന്ന സാറ് പറഞ്ഞത്. ബാക്കി നമുക്ക് നോക്കാം. അതൊരു പ്രതീക്ഷ മാത്രല്ലേ ഉള്ളൂ. ഡോക്യുമെന്ററി എന്നൊക്കെ പറയുമ്പോ അതിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ലേ? ഇതിന്റെ എഡിറ്റിംഗ് ഒക്കെ നമുക്ക് ഇവിടുന്ന് ചെയ്താൽ പോരെ? എഡിറ്റിംഗ് ഞാൻ ചെയ്തോളാം. കേട്ടില്ലേ, അരുൺ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തരും അവർക്ക് പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്താൽ തന്നെ നമുക്കിത് വലിയ സക്സസ് ആക്കി മാറ്റാം. അതോടൊപ്പം തന്നെ നമ്മുടെ ക്യാമ്പസിന്റെ 50ാം വാർഷികത്തിൽ നമ്മുടെ ക്യാമ്പസിൽ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഗിഫ്റ്റും കൂടിയാക്കി നമുക്ക് ഇത് മാറ്റാം. നിനക്ക് കോൺഫിഡൻസ് ഇവിടെ ഞങ്ങളുണ്ട് നിന്റെ കൂടെ ചെയ്യാൻ. ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് എല്ലാവർക്കും എങ്കിൽ നമുക്ക് നാളെ മുതൽ തന്നെ നമ്മുടെ വർക്ക് ആരംഭിക്കാം. ഹലോ, ആണോ? അത് കുഴപ്പമില്ല. ഓക്കെ, ശരി. സിറ്റ്. ആഷ്ലിൻ, എവിടം വരെ ഈ കാര്യങ്ങളൊക്കെ? സാറേ, ഫസ്റ്റ് ബാച്ചിലെ കുറച്ച് കുട്ടികളുടെ പേരും ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. വിഷ്ണു, തൗഫീഖ് അന്വേഷിച്ച് പോയിട്ടുണ്ട്. ശരിയാണെന്ന് തോന്നുന്നു. ഓക്കെ, സ്റ്റുഡൻസ് പ്ലീസ് ലിസൺ ടു മീ. ഓക്കെ, നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഇത് വളരെ കൂളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ടും ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല സക്സസ് ആയി തീരും. ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ഞാൻ എപ്പോഴും ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവും. സോ ഓൾ ദ ബെസ്റ്റ്, ഡു ഇറ്റ് വെൽ. ഓക്കെ. എന്താടാ മച്ചാനെ, അന്വേഷിക്കുക. ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല. യൂണിവേഴ്സിറ്റി കിട്ടി, രക്ഷയില്ലേ? പരമാവധി തന്ന അഡ്രസ് എല്ലാം നോക്കി. ഇതൊരു രക്ഷയില്ല. ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയ വർക്ക് ചെയ്യും. അത്രേ ഉള്ളൂ, കുഴപ്പമില്ല. ആ, മറി നീ
ഫസ്റ്റ് ബാച്ചിൽ 5ാമത്തെ ആൾ എന്റെ പപ്പയുടെ കസിനാണ്. നിങ്ങൾ കുറെ നാളായി ഡോക്യുമെന്ററി എന്ന് പറഞ്ഞാൽ അതൊന്നും. എന്നിട്ട് എന്ത് ചെയ്യാത്? ഇന്ന് സബ്മിറ്റ് ചെയ്യേണ്ടതല്ലേ? നിങ്ങൾ കിട്ടുന്ന സമയം മുഴുവൻ വെറുതെ ഇങ്ങനെ വേസ്റ്റ് ചെയ്തിട്ട് ഇപ്പം ഇങ്ങനെ നടക്കുക. എടോ ആഷ്ലിൻ, നിന്നെ അല്ലേ ദയിപ്പിച്ചിരുന്നത്? എന്നിട്ട് എന്ത് ചെയ്യും? സാറേ, അരുൺ എഡിറ്റ് ചെയ്യാന്നാ പറഞ്ഞത്, പക്ഷെ ഇപ്പൊ വിളിച്ചിട്ട് എടുക്കുന്നില്ല. എന്നിട്ട് അവൻ എന്ത് ചെയ്യേ? സർ, ദേ അരുൺ. എവിടെ ആയിരുന്നടോ? ഓർക്കാൻ ഇമ്പമുള്ള ഒരു പിടി ഓർമ്മകളാണ് ഒരു കലാലയത്തിന്റെ സമ്മാനം. വർഷങ്ങൾ ഏറെ കഴിഞ്ഞാലും ആ ഓർമ്മകൾ ഒരു വസന്തം പോലെ നമ്മുടെ മനസ്സിൽ എന്നും പൂത്തു നിൽക്കും. അത്തരമൊരു വസന്തത്തിന്റെ ഓർമ്മകൾ പങ്കുവെക്കാനായി സെന്റ് മേരീസ് കോളേജിന്റെ ആദ്യ വിദ്യാർത്ഥികളായ 2 പേരാണ് നമ്മോടൊപ്പം ഉള്ളത്, സാറ ആന്റിയും ജോർജ് അങ്കിളും. കോളേജിലെ അന്നത്തെ അന്തരീക്ഷം ഒന്ന് വിവരിക്കാമോ? കോളേജിലെ അന്നത്തെ അന്തരീക്ഷത്തെക്കുറിച്ച് പറയുമ്പോൾ ആ കാലത്തെ യാത്രാ സൗകര്യവും വഴിയും എല്ലാം വളരെ ദുർഘടമായിരുന്നു. ഞങ്ങൾ കോളിയാടി എന്ന് പറയുന്ന പ്രദേശത്തു നിന്നാണ് പോയിക്കൊണ്ടിരുന്നത്. കോളേജിൽ നിന്നും ഒരു 7 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ മിക്കവാറും നടന്നാണ് പോകുന്നത്. അന്ന് രാവിലെ 8:30 ഒരു ബസ്, വൈകുന്നേരം 4:30 ഒരു ബസ്, ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് എല്ലാവർക്കും സൗകര്യപ്രദമായിരുന്നില്ല, താങ്ങാനും ബുദ്ധിമുട്ടായിരുന്നു അധികം കുടുംബങ്ങൾക്കും. അങ്ങനെ നടന്നു പോകുന്ന ഒരു ഗ്രൂപ്പിലാണ് ഞങ്ങളും പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ക്ലാസ്സിലേക്ക്, ഗ്രൗണ്ടും കടന്ന് ക്ലാസ്സിലേക്ക് കയറുന്നു. കുറ്റിച്ചെടികളും കാടുകളും ഉള്ള അതിൻ്റെ നടുക്കൂടെയുള്ള വഴി കൂടെ പോയി ക്ലാസ് റൂമുകൾ തപ്പിയെടുക്കുന്നു. അപ്പോൾ ആദ്യം ചെല്ലുമ്പോൾ ഒരു കലാലയം എന്നതിനെക്കുറിച്ച് യാതൊരു രൂപരേഖയും ഇല്ലാത്ത രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഒരു കലാലയം ഇന്നതാണെന്ന് അറിയാത്ത ഒരു തലമുറയാണ് ഈ പോകുന്നത്. ആന്റി, കോളേജിലേക്ക് വരാനുണ്ടായിരുന്ന പ്രചോദനം എന്തായിരുന്നു? ഇങ്ങനെ പഠിക്കുക എന്നുള്ള ഒരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിനാണ് സെന്റ് മേരീസ് കോളേജിൽ പോകാനുണ്ടായ പ്രചോദനം. ഇപ്പോഴും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന കോളേജിനെ പറ്റിയുള്ള ഒരു അനുഭവം പറയാം. നൂർനാലച്ചന്റെ ആ കരുത്തുറ്റ നേതൃത്വം ഈ നാട്ടിലെ ഓരോ കൂരപ്പെരകളിൽ പോലും ആ കോളേജിന് വേണ്ടിയുള്ള 5 രൂപ തൊട്ട് 1000 വരെ അതിൻ്റെ മൂലധനമായിട്ട് ചെന്ന് ചേർന്നു. വളരെ പെട്ടെന്ന് കോളേജ് പുതിയ കെട്ടിടത്തിലേക്കാണ് പിന്നീട് ഞങ്ങളുടെ ക്ലാസ്സുകൾ മാറുന്നത്. അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് അത് മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന ഒരു ചിത്രമാണ് ആ ഓല ഷെഡും അതിലെ പഠനവും അതിലെ അറ്റൻഡൻസ് വിളിക്കലും എല്ലാം വളരെയേറെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന സംഭവങ്ങളാണ്. പിന്നീട് ഞങ്ങളുടെ നല്ല കാലമാണ് സെക്കൻഡ് ഇയർ ആയപ്പോഴേക്കും. ആ കാലഘട്ടത്തിലെ ഞങ്ങളുടെ ഫ്രണ്ട്സാണ് ഇന്ന് MP ആയിരിക്കുന്ന ശ്രീമതി ടീച്ചർ, ഇന്ന് നടവേൽ ഒരു കോളേജിൽ ശ്രേയസിലെ പ്രിൻസിപ്പളായി പിരിഞ്ഞു പോയ ഒരു ജോസഫ് സാറ്, ഇവരെല്ലാം അന്നത്തെ പ്രഗത്ഭരായ വിദ്യാർത്ഥികൾ തന്നെയാണ്. റെവറൽ ഫാദർ മത്തായി നൂർനാലിന്റെ ഇളയ മകൻ, സെന്റ് മേരീസിലെ പൂർവ്വ വിദ്യാർത്ഥി, സെന്റ് മേരീസ് കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം അധ്യാപകൻ, ഇപ്പോൾ കോളേജ് ബർസാറുമായ ശ്രീ ജോൺ മത്തായി നൂർനാൽ. സർ, സെന്റ് മേരീസ് കോളേജ് രൂപപ്പെടാനുള്ള സാഹചര്യം ഒന്ന് വിവരിക്കാമോ? ഇവിടെ നിമ്മി ചോദിച്ച ചോദ്യം ചെറുതാണെങ്കിലും അതിൻ്റെ ഉത്തരം വളരെ വലുതാണ്. ഒരുപാട് സാഹചര്യങ്ങളുടെ ഒരു സങ്കലനം ഇതിൻ്റെ ഫൗണ്ടർ മത്തായി നൂർനാലച്ചനിലൂടെ വന്നതുകൊണ്ടാണ് ഇവിടെ ഒരു കോളേജ് സ്ഥാപിക്കപ്പെടുന്നത്. കോളേജ് സ്ഥാപിക്കപ്പെടുക എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് 4-5 ഘടകങ്ങൾ ആവശ്യമുണ്ട് ഒരു കോളേജിനെ സംബന്ധിച്ചിടത്തോളം. അത് ഒന്നാമത്തെ ഘടകം കോളേജിന് ആവശ്യമായിട്ടുള്ള ഗവൺമെൻറ് പെർമിഷൻ എന്നുള്ളതാണ്. രണ്ടാമത്തേത് അതിനാവശ്യമായിട്ടുള്ള സ്ഥലം. മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് കെട്ടിടങ്ങളും മറ്റ് സൗകര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പണം ആവശ്യമുണ്ട്. 4ാമത്തെയും 5ാമത്തെയും ഘടകം നമ്മൾ സാധാരണഗതിയിൽ പറയുമ്പോൾ അത് അത്ര കാര്യമെന്നാന്ന് തോന്നുമെങ്കിലും 1960കളിലെ വയനാടിൻ്റെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ അന്നത്തെ വയനാട് പോലുള്ള സ്ഥലത്ത് വന്ന് ജോലി ചെയ്യാൻ തയ്യാറായിട്ടുള്ള
അധ്യാപകർ അതൊരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു നാട്ടിൽ നിന്ന് വന്ന്. കാരണം അന്ന് വയനാട്ടിനെ സംബന്ധിച്ച് BA പാസ്സായിട്ടുള്ള ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ വയനാട്ടിൽ. അന്ന് അങ്ങനെ ഒരു കാലഘട്ടമാണെന്ന് ഓർക്കണം. 5ാമത്തെ ഘടകം എന്ന് പറയുന്നത് മത്തായി നൂർനാലച്ചൻ സ്ഥാപിച്ചിരിക്കുന്ന ഈ സ്ഥാപനത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പഠിക്കാൻ തയ്യാറായിട്ടുള്ളവർ നാട്ടിലുണ്ടായിരിക്കണം. ഇതൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ടേക്ക് ഫോർ ഗ്രാൻഡഡ് എന്നൊക്കെ പറയുന്നതാണ്. പക്ഷേ വയനാട്ടിനെ സംബന്ധിച്ച് അന്ന് അതൊക്കെ വലിയ സംഗതികളായിരുന്നു. എന്ന് പറഞ്ഞാൽ മത്തായി നൂർനാലച്ചൻ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർക്കും കൂട്ടാളികൾക്കും വീടാന്തരം നടന്ന് വിദ്യാർത്ഥികളെ അക്ഷരാർത്ഥത്തിൽ ഓടിച്ചിട്ട് പിടിക്കേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ അച്ഛൻ വരുന്നേ, കോളേജിലേക്ക് ആളെ പിടിക്കാൻ അച്ഛൻ വരുന്നേ എന്നുള്ള മട്ടിൽ ആളുകൾ ഓടിയിരുന്നു. കാരണം അന്ന് ജനങ്ങൾ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജയിച്ചാലും തോറ്റാലും 1-2 കാര്യങ്ങളാണ് ചെയ്യുക. ചെറിയ കച്ചവടം ചെയ്യുക, അതല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് പശുക്കളെ നോക്കുക, കൃഷി നോക്കുക. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വിട്ട്, ആ തൊഴിലെല്ലാം വിട്ടെറിഞ്ഞ് കോളേജിൽ പോയി പഠിക്കുക എന്നൊരു സങ്കല്പം വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് ഇല്ലായിരുന്നു. അങ്ങനൊരു കാലഘട്ടത്തിലാണ് മത്തായി നൂർനാലച്ചൻ ഈ കോളേജ് ആരംഭിക്കുന്നത്. വാസ്തവത്തിൽ ഈ കോളേജ് ആരംഭിക്കുന്നതിൻ്റെ ഘടകങ്ങളിലേക്ക് പറ്റി പറയുന്നതിന് മുമ്പ് ഇതിനുള്ള ശ്രമം വളരെ മുമ്പ് ആരംഭിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഇതിൻ്റെ പിന്നിൽ ഒരു മധുരിക്കുന്ന പ്രതികാരത്തിൻ്റെ ഒരു കഥയുണ്ട്. അത് വളരെ കുറച്ച് പേർക്കേ അറിയുള്ളൂ, ഞാൻ പറയാം. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സെൻറ്റ് മേരീസ് പള്ളി, ബത്തേരി പള്ളി, പള്ളിയുടെ കീഴിലായിരുന്നു വയനാട്ടിലെ തന്നെ ആദ്യത്തെ ഹൈസ്കൂളുകളിൽ ഒന്നായിട്ടുള്ള സുൽത്താൻ ബത്തേരി സർവജന, ഇപ്പോഴത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഘട്ടം എത്തിയപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു തരത്തിലും അധ്യാപകരെ കിട്ടുന്നില്ല, സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുന്നു. ഒരു സാഹചര്യം വന്നപ്പോൾ അത് സർക്കാരിനെ, അന്നത്തെ മദ്രാസ് സർക്കാരിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനമുണ്ടായി. അപ്പോൾ അന്ന് മുന്നോട്ട് വെച്ച ഒരു ഉപാധി എന്ന് പറയുന്നത് സ്കൂള് സർക്കാരിനെ ഏറ്റെടുക്കാൻ വേണ്ടി വിട്ടു കൊടുക്കുന്ന അവസരത്തിൽ സ്കൂളിൻ്റെ പേര്, അത് സ്കൂളിൻ്റെ പേര് തന്നെ സെൻറ്റ് മേരി എന്ന് സാധിക്കില്ലെങ്കിൽ വേണ്ട, മറിച്ച് അതിലൊരു ഹാളിനെങ്കിലും വിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിൽ വേണമെന്ന് മത്തായി നൂർനാലച്ചൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ എന്തുകൊണ്ടോ അന്ന് സർക്കാരിനെ ഏൽപ്പിക്കാൻ വേണ്ടി മദ്രാസിൽ ചെന്ന അന്നത്തെ ഇവിടെയുള്ള എത്രയും ബഹുമാനപ്പെട്ടവർക്ക് അത് സാധിച്ചില്ല. ഈ സംഭവം അച്ഛനെ സംബന്ധിച്ച് വളരെയധികം ദുഃഖം ഉളവാക്കുന്നൊരു കാര്യമായിരുന്നു. അച്ഛൻ്റെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത് നടക്കാൻ പറ്റില്ലെങ്കിൽ ഓടുക എന്നുള്ളതാണ്. നടക്കാൻ സാധിക്കില്ലെങ്കിൽ ഓടുക. അപ്പോൾ ഒരു സ്കൂള് നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ എന്നാൽ ഇനി ആവശ്യം ഒരു കോളേജാണ് എന്നുള്ളൊരു ചിന്താഗതിക്കാരനായിരുന്നു മത്തായി നൂർനാലച്ചൻ. അപ്പം തീർച്ചയായിട്ടും അതിന് ഏറ്റവും ആദ്യത്തെ ആവശ്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിന് സർക്കാരിൻ്റേതായിട്ടുള്ള അനുമതി ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു ഘട്ടം എന്നുള്ള നിലയ്ക്ക് അതേ ഒരു ഘട്ടത്തിൽ അന്നത്തെ കോഴിക്കോട് ജില്ല, വയനാട് കോഴിക്കോടിൻ്റെ ഭാഗമായിരുന്നല്ലോ, കോഴിക്കോട് ജില്ലാ കളക്ടർ, പേരിവിടെ പറയേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തെ സമീപിച്ചു. വളരെയധികം ലോകജ്ഞാനവും വളരെയധികം കാര്യങ്ങളെക്കുറിച്ച് അറിവൊക്കെ ഉണ്ടായിരുന്ന എത്രയും ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന് പോലും ഈ ആശയത്തെ സ്വീകരിക്കാൻ പറ്റിയില്ല. കാരണം വയനാട്ടിലെ വിരലിൽ എണ്ണാവുന്ന ഹൈസ്കൂളിൽ നിന്ന് പാസ്സാകുന്ന 10ാം ക്ലാസ് പാസ്സാവുന്ന വിദ്യാർത്ഥികളിൽ, സ്കൂളുകളിൽ നിന്ന് പാസ്സാവുന്ന വിരലിൽ എണ്ണാവുന്ന വിദ്യാർത്ഥികളിൽ 1-2 പേര് മാത്രമേ കോഴിക്കോടുള്ള കോളേജിൽ പഠിക്കുന്നുള്ളൂ. കോഴിക്കോടുള്ള കോളേജിൽ പോലും പഠിക്കാൻ ആൾ പൂർണ്ണമായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഇതുപോലെ പിന്നോക്കാവസ്ഥയിലുള്ള ഒരു സ്ഥലത്ത് ഒരു കോളേജോ എന്നുള്ള ആശയം അദ്ദേഹത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കളക്ടറുടെ അവിടെ നിന്ന് നടക്കാത്ത കാര്യത്തിന് പിന്നെയുള്ള മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് തലവൻ, ബഹുമാനപ്പെട്ട ഗവർണർ, അദ്ദേഹത്തെ കാണാമെന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അത് ആ സമയം പ്രസിഡന്റ് ഭരണം, ഗവർണറുടെ ഭരണം നിലനിൽക്കുന്ന സമയമാണ്. അപ്പോയിൻമെൻറ്റ് കിട്ടി, ഇതുപോലുള്ളൊരു സെറ്റിയിൽ ഇരിക്കാൻ പറഞ്ഞിരുന്നു. ഗവർണർ അപ്പുറമുള്ള സെറ്റിയിൽ ഇരിക്കുന്നു. ഈ ഒരു ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം സ്വന്തം കണ്ണട ഊരി മേശപ്പുറത്ത് വെച്ച് സെറ്റിയിൽ ചാഞ്ഞു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അദ്ദേഹം ആ ഉയർന്ന സീലിങ്ങിലേക്ക് ഉയർത്തി കണ്ണടച്ചു. നിശബ്ദത മാത്രമായിരുന്നു അതൊരു ഉത്തരമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ആശയത്തെ വിട്ടുകളയുന്ന ഒരാളായിരുന്നില്ല നൂർനാലച്ചൻ. അദ്ദേഹം തിരിച്ചു വന്നു. ഗവൺമെൻറ് പെർമിഷൻ്റെ ആണല്ലോ പ്രശ്നം.
ഇനി അതിൻ്റെ മറ്റൊരു ഘടകം എന്ന് പറയുന്നത് അതിനാവശ്യമായ സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ്. അദ്ദേഹം ഉടനെ തന്നെ ഒരു സർവ്വജന കമ്മിറ്റി, സർവ്വജന സ്കൂളായിരുന്നു പണ്ട്, സർവ്വജന കമ്മിറ്റി രൂപീകരിച്ചു. അതിനുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി. പക്ഷേ അതൊന്നും അധികം മുന്നോട്ട് നീക്കാൻ പറ്റാത്ത ഗതിയിലെല്ലാം നിൽക്കുക ചെയ്തത്. പിന്നീട് അദ്ദേഹം ശ്രമിച്ചു. ഇവിടെയുള്ള പല പ്രമുഖ ഭൂ ഉടമകളെയും അദ്ദേഹം കണ്ടു. കുറച്ച് സ്ഥലം വിട്ടുകൊടുത്ത് ഒരുപക്ഷെ അവരുടെ കുടുംബത്തിൻ്റെ പേരിലോ അവരുടെ പൂർവികരുടെ പേരിലോ ഒരു കോളേജ് സ്ഥാപിക്കാം. ഇന്ന് അങ്ങനെയൊക്കെ പലതും നടക്കുന്നുണ്ടല്ലോ. പക്ഷേ അത് ഒരു നല്ല ആശയമായിട്ട് അവർക്ക് ആർക്കും തോന്നിയില്ല. ഭൂമിയും കിട്ടാൻ സാധിക്കാത്ത ഒരവസ്ഥയിൽ തന്നെ കാര്യങ്ങൾ നിന്നു. അദ്ദേഹം മറ്റ് ഇതര സഭാ മേലധ്യക്ഷന്മാരെ കാണുകയുണ്ടായി. അധികം മേലധ്യക്ഷന്മാരില്ല. വയനാട് ഒരു പിന്നോക്ക വേറിട്ട് നിൽക്കുന്ന സ്ഥലമാണ്. പള്ളികൾ പോലും പണിയാൻ പ്രയാസപ്പെടുന്ന ഈ കാലത്ത് ഒരു കോളേജ് പണിയാന്നുള്ളത് അവർക്ക് ആർക്കും തന്നെ മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. അത് അവിടെ നടന്നില്ല. അങ്ങനെ ചുരുക്കത്തിൽ ഒരുപാട് ശ്രമങ്ങൾ അദ്ദേഹം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു വാർത്ത കേൾക്കുകയാണ്. അതായത് പരിശുദ്ധ ഔഗേൻ ബാവ തിരുമനസിൻ്റെ കാലഘട്ടമാണിത്. ഒരു വാർത്ത വരികയാണ്. അതായത് സഭയ്ക്ക് വേണ്ടി, മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് കണ്ണൂർ പയ്യന്നൂരിൽ ഒരു കോളേജ് നൽകിയിരിക്കുന്നു. സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് കോളേജിനെ സംബന്ധിച്ചോ മത്തായി നൂർനാനച്ചിനെ സംബന്ധിച്ചോ പയ്യന്നൂരിൽ ഒരു കോളേജ് ലഭിച്ചു എന്നുള്ളതല്ല അതിലെ പ്രാധാന്യം. മറിച്ച് പയ്യന്നൂരിലെ കോളേജ് നടത്തിക്കൊണ്ടുപോകാൻ ആരുമില്ല എന്നുള്ള വാർത്തയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഉടനെ തന്നെ അദ്ദേഹം പെട്ടിയുമെടുത്ത് കോട്ടയത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് പ്രത്യേകിച്ച് സ്മരിക്കേണ്ട ഒരാളുണ്ട്. മലയാള മനോരമയുടെ ചീഫ് എഡിറ്ററായിരുന്ന കണ്ടത്തിൽ ശ്രീ KM ചെറിയാൻ അവർകൾ. പിന്നീട് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ശ്രീ KM മാത്യു അവർകളും അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീ ജേക്കബ് മാത്യു അവർകളും മറ്റും ഉള്ളവർ ഈ കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ വളരെയധികം സഹായിച്ചിട്ടുണ്ടെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമുണ്ട്. അപ്പം ഏതായാലും സഭയെ സംബന്ധിച്ച് ഷൊർണൂറിലുള്ള കോളേജ് പയ്യന്നൂരുള്ള കോളേജ് ഏതായാലും നടത്തിക്കൊണ്ടുപോകാൻ ആളില്ല. അത് ഏതായാലും ഉത്തരവ് ലാപ്സായി പോകുന്ന ഘട്ടം വന്നു. എങ്കിലും 35-36 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കൊച്ചച്ഛന് ഒരു കോളേജ് അത് ഒന്നും കയ്യിലില്ലാതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഇത് സാധിക്കുമെന്ന് സഭാ മേലധ്യക്ഷന്മാരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മലയാള മനോരമ കണ്ടത്തിൽ ശ്രീ KM ചെറിയാൻ അവർകളെ പോലുള്ളവരുടെ സമ്മർദ്ദം വളരെയധികം സഹായിച്ചിട്ടുണ്ടെന്നുള്ള പ്രത്യേകം പ്രസ്താവ്യമാണ്. ഇത് മാത്രമല്ല, തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഭരണഘടനാപരമായിട്ടുള്ള എല്ലാ സഹകരണങ്ങളും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നത് പ്രസ്താവിച്ചേ മതിയാകുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ അച്ഛന് അത് നടത്താൻ പറ്റുമെങ്കിൽ നടത്തട്ടെ, നടത്തി കൊടുത്തുകൂടെ എന്ന് പിതാക്കന്മാരെ ബോധ്യപ്പെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നടത്തിക്കൊണ്ടുപോകാനുള്ള അനുമതി അത് കണ്ണൂരിൽ നിന്ന് മാറ്റി അത് സുൽത്താൻ ബത്തേരിയിലേക്ക് കൊണ്ടുവന്ന് കൊള്ളുക, അച്ഛന് നടത്താൻ പറ്റി നടത്തുക എന്നുള്ളൊരു അനുമതി ലഭിച്ചു. അപ്പോൾ ഒരു വ്യവസ്ഥ മാത്രമാണ് അപ്പോൾ സഭാ കേന്ദ്രത്തിൽ നിന്ന് മുന്നോട്ട് വയ്ക്കുന്നത്. സാമ്പത്തികമായിട്ട് ഒന്നും ഈ അവസ്ഥയിൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല സഭാ കേന്ദ്രത്തിന്. കാരണം ധാരാളം സാമ്പത്തികമായ ബാധ്യതകളുള്ള ഒരു തദ്ദേശീയ സഭയാണ്. വിദേശത്തുനിന്ന് സഹായം സ്വീകരിക്കുന്ന സഭയുമല്ല. അപ്പം അതുകൊണ്ട് അച്ഛനത് നടത്താൻ പറ്റുമെങ്കിൽ ചെയ്യാം എന്നുള്ള രീതിയിലുള്ള അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ ഔഗേൻ ബാവായുടെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് മത്തായി നൂർനാനച്ചൻ വയനാട്ടിലേക്ക് വരികയാണ്. അന്ന് ഈ കോളേജിൻ്റെ കമ്മിറ്റികളൊക്കെ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള നിർദ്ദേശങ്ങൾ കണ്ടത്തിൽ ശ്രീ KM ചെറിയാൻ അവർകൾ തുടങ്ങിയവരുടെ നിർദ്ദേശപ്രകാരം സഭാ കേന്ദ്രത്തിൽ നിന്നും വേണ്ടതായ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. അതനുസരിച്ച് അന്ന് വയനാടിനെ സംബന്ധിച്ച്, മലബാറിനെ സംബന്ധിച്ച് സഭയ്ക്കൊരു മെത്രാപോലിത്ത ഇല്ല. മത്തായി നൂർനാനച്ചൻ തന്നെയാണ് ഒരുപാട് കാലം അതിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ഈ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് മത്തായി നൂർനാനച്ചന് തന്നെ സ്ഥാനം ഏറ്റെടുക്കേണ്ടി വന്നു ആദ്യഘട്ടത്തിൽ. പിന്നീട് ഒരു അഭിവന്യ തിരുമനസ് വന്നതിന് ശേഷമാണ് പിന്നീട് വലിയ ബാവായ തോമസ് മാർ തീമോത്തിയോസ് മെത്രാപോലിത്ത തിരുമനസുകൊണ്ട് ഒരു മെത്രാപോലിത്ത എന്ന നിലയിൽ ഈ കോളേജിൻ്റെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനം, ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കുന്നു. അതിൻ്റെ ട്രഷറർ ആയിരുന്നത്
മലബാർ മേഖലയിലെ സഭയിലെ അംഗവും ഒരു പ്രമുഖ പ്ലാന്ററുമായിരുന്ന മണമേൽ ശ്രീ MC പോത്തൻ അവർകൾ. അദ്ദേഹത്തിൻ്റെ പേര് പ്രത്യേകം പ്രസ്താവ്യമാണ്. അദ്ദേഹത്തെ മത്തായി നൂർനാലച്ചൻ കാണുകയും ഇതിൻ്റെ ആവശ്യകതയെ ബോധ്യപ്പെടുത്തുകയും അദ്ദേഹം തന്നെ ഈ കോളേജിൻ്റെ സാമ്പത്തിക അച്ചടക്കം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു നയരേഖ ആദ്യം തന്നെ തരികയും ചെയ്തിട്ടുണ്ട്. ഇന്നും ആ രീതിയിൽ തന്നെയാണ്, സാമ്പത്തിക അച്ചടക്കത്തോടുകൂടി തന്നെയാണ് കോളേജ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പറയുമ്പോൾ അതിന് പ്രത്യേകം നന്ദി പറയേണ്ടത് മണമേൽ ശ്രീ MC പോത്തൻ അവർകളോടാണ്. അതുപോലെ തന്നെ കോളേജ് ഈ സ്ഥാപിക്കപ്പെട്ട് അതിൻ്റെ സ്ഥലം ലഭിക്കുന്നതിനും മറ്റുമുള്ള ഒരുപാട് സഹായങ്ങൾ കണ്ടത്തിൽ ശ്രീ KM ചെറിയാൻ അവர்களுടെയും മറ്റും ഒരുപാട് സഹകരണങ്ങൾ ലഭിച്ചു. 50-നടുത്ത് ഏക്കർ സ്ഥലം നമുക്ക് ബത്തേരിയിൽ കുപ്പാടി കുന്നിൽ, അതിൻ്റെ ചരിത്രങ്ങളൊക്കെ മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ടാകാം, ലഭിച്ചു. ഇനി അടുത്ത് വേണ്ട കെട്ടിടമാണ്. കെട്ടിടത്തിന് വേണ്ടി പിന്നെ ഉള്ള സാധ്യതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടായ നാട് മുഴുവൻ നടന്ന് അതിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ തേടുക എന്നുള്ളത് മാത്രമാണ്. ഈ ബത്തേരിയിലും സമീപ പ്രദേശത്തുള്ള ഒരുപാട് ജനങ്ങൾ അതിന് സഹായം ചെയ്തിട്ടുണ്ടെന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പണമായിട്ട്, തുച്ഛമായ പണമായിട്ട് നൽകിയവരുണ്ട്. ഫർണിച്ചറൊക്കെ പണിയാൻ ആവശ്യമായിട്ടുള്ള തടിയായിട്ട് പറമ്പിൽ നിൽക്കുന്ന ഒരു മരം അച്ഛനെടുത്ത് കൊള്ളുക എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളവരുണ്ട്. അരിസാധനങ്ങൾ തന്നിട്ടുള്ളവർ പോലുമുണ്ട്. ഒരുപാട് പേരുടെ സഹായ സഹകരണം കൊണ്ട് ആദ്യമായിട്ട് ഒരു ഓല ഷെഡാണ്, നീളത്തോടെ കിടക്കുന്ന ഒരു ഓല ഷെഡാണ് കോളേജിന് വേണ്ടിയിട്ട് പണിയുന്നത്, സ്ഥാപിക്കുന്നത്. ഇത് വാസ്തവത്തിൽ കോളേജിൻ്റെ സ്ഥാപനത്തിൻ്റെ 1-ാം ഘട്ടമാണ്. കോളേജ് നിലവിൽ വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ 2-ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? വളരെ രസകരമായിട്ട് തോന്നുമായിരിക്കുകയാണ്. കോളേജിലെ ആദ്യഘട്ടത്തിൽ സമൂഹത്തിലെ എല്ലാവരും അല്ല, ചില വിഭാഗത്തിൽപ്പെടുന്ന ചിലരെ സംബന്ധിച്ച്, ഒരു വിഭാഗം എന്ന് പറയാൻ പറ്റില്ല, ചിലരെ സംബന്ധിച്ച് വളരെ സംശയത്തോടു കൂടെ നോക്കിക്കണ്ടു എന്നുള്ളതാണ്. ഇത് മുന്നോട്ട് പോകുമോ? ഇതിനാവശ്യമായിട്ടുള്ളതായ സർക്കാർ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇത് ഇവിടെ വന്ന് പഠിച്ചതുകൊണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഗുണം കുട്ടികൾക്ക് ലഭിക്കാൻ പോകുന്നു? വാസ്തവത്തിൽ കൃഷി ചെയ്തും കന്നുകാലികളെ മേയിച്ചും ഒക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ, കൃഷിക്കാരുടെ മക്കളെ അവരുടെ തൊഴിലിൽ നിന്നും വേർപെടുത്തി വിദ്യാഭ്യാസം എന്നുള്ള പേരിൽ അവരെ ഒന്നുമല്ലാതാക്കാനുള്ള ഒരു വരേണ്യ വർഗത്തിൻ്റെ ഒരു അജണ്ടയുടെ ഭാഗമല്ലേ എന്ന് സംശയിക്കപ്പെട്ടു. അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല, ആ കാലഘട്ടം അങ്ങനെ ആയിരുന്നുള്ളതാണ്. സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുവാൻ അത്ര എളുപ്പമല്ല. വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൻ്റെ ആദ്യത്തെ കെട്ടിടം തീ വെച്ച് നശിപ്പിക്കപ്പെട്ടു, കത്തിച്ചാമ്പലാക്കി. ഒരു ഘട്ടത്തിൽ പ്രിൻസിപ്പളെയും മറ്റ് അധ്യാപകരെയും ഇപ്പോൾ +2 പ്രിൻസിപ്പാളുടെ ഓഫീസുള്ള ആ ഭാഗത്തുള്ളായിരുന്ന ഒരു കെട്ടിടത്തിനുള്ളിലിട്ട് കത്തിച്ച് കളയും എന്നുള്ള അവസ്ഥ വരെ വന്ന് അവർ ആ കെട്ടിടത്തിൻ്റെ പുറകിലൂടെയുള്ള ഓല വാതിൽ പൊളിച്ച് പുറത്ത് ചാടി അധ്യാപകരടക്കമുള്ള രായ്ക്ക് രാമാനം ബത്തേരിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ്. അത് ഒരു ഘട്ടമായിരുന്നു. രക്ഷപ്പെട്ട് ഓടുകയാണ് ചെയ്തത്. കോളേജ് അടച്ചു, മുന്നോട്ട് പോയില്ല എന്നുള്ള ഒരു സ്ഥിതിവിശേഷം തന്നെ വന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നടക്കാൻ പറ്റില്ലെങ്കിൽ ഓടുക. ഇതാണ് മത്തായി നൂർനാലച്ചൻ്റെ ഒരു ലൈഫ് ഫിലോസഫി. സ്കൂള് നടത്താൻ പറ്റില്ലെങ്കിൽ കോളേജ് നടത്തണം. അദ്ദേഹം അത് സ്ഥാപിച്ചു. കോളേജിൻ്റെ കെട്ടിടം കത്തിച്ചു കളഞ്ഞു എങ്കിൽ അതിലും വലിയത് അവിടെ ഉയരേണ്ടിയിരിക്കുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ചിന്താഗതി. അദ്ദേഹം ഒറ്റ മനസ്സുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ ഘട്ടത്തിൽ പ്രത്യേകം പ്രസ്താവിക്കേണ്ട പേരാണ് മണമേൽ ശ്രീ MC പോത്തൻ അവർകൾ. നമുക്കറിയാം, ചുരത്തിന് താഴോട്ട് ഏകദേശം എൻ്റെ അറിവിൽ 50,000-ൽ പരം ഏക്കർ റബ്ബർ തോട്ടങ്ങളും മറ്റ് അനുബന്ധ സംവിധാനങ്ങളും ഒക്കെയുള്ള വലിയൊരു ധനാഢ്യനായിരുന്നു അദ്ദേഹം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം കോളേജ്
ഗവേണിംഗ് ബോഡിയുടെ ട്രഷററുമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം ഘട്ടം മുഴുവനും അദ്ദേഹം ആ സേവനം നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. അദ്ദേഹത്തോട് കാര്യങ്ങൾ വിശദീകരിച്ചു. അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലായി. അദ്ദേഹം അന്ന് കോളേജിൻ്റെ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയിട്ട് 1,00,000 രൂപ, 1965 1,00,000 രൂപയാണെന്ന് മനസ്സിലാക്കണം. അന്ന് മത്തായി നൂർനാലച്ചൻ സഭ മുഴുവൻ കത്തയച്ച് അപേക്ഷിച്ചു. സഭയിലെ മാനേജിംഗ് കമ്മിറ്റികളുടെ മുഴുവൻ എല്ലാം കത്തയച്ച് ഇതിനെ സഹായം ആവശ്യപ്പെട്ടപ്പോൾ ആകെ പിരിഞ്ഞു കിട്ടിയ തുക എന്ന് പറയുന്നത് 50 രൂപയാണെന്ന് ഓർക്കണം. 50 രൂപയാണ്. 50 രൂപ അന്നത്തെ വലിയൊരു സംഖ്യ തന്നെ. ആ കാലഘട്ടത്തിൽ 1,00,000 രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു സംഖ്യയായിരുന്നു. ആ തുക ഉപയോഗിച്ചിട്ടാണ് നമുക്കിപ്പോൾ +2 കെട്ടിടങ്ങൾ സ്ഥിതി ചെയ്യാൻ, +2 ക്ലാസ്സുകൾ നടത്തുന്ന കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും അത് പിന്നീട് ഒരു അഭിവന്യ തിരുമേനി മലബാർ ഭദ്രാസനത്തിൻ്റെ ചുമതല ഏറ്റെടുത്തതോടുകൂടെ അഭിവന്യ തോമസ് മാർ തീമോത്തിയോസ് തിരുമേനി, പിന്നീടുള്ള വലിയ ബാവ ദിദീമോസ് പ്രഥമൻ ബാവ തിരുമനസ്സുണ്ട്, അത് ബത്തേരിയിൽ ആദ്യമായിട്ട് എഴുന്നള്ളാനും ഈ കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്യാനും ഇടയായെന്നുള്ളത്. തുടർന്ന് അങ്ങോട്ടുള്ളതിനൊക്കെ സാക്ഷിയായിട്ട് ഈ നാട്ടുകാരെല്ലാം ഉണ്ട്. ഘട്ടം ഘട്ടമായിട്ട് അതിൻ്റെ വികസനങ്ങൾ സംഭവിച്ചു. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. പരിമിതികളും അസൗകര്യങ്ങളും സെന്റ് മേരീസിന് വെറും പഴങ്കഥകളാണ്. ഭൗതിക സൗകര്യങ്ങളിലെ മികവും മികച്ച കോഴ്സുകളും കോളേജിനെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഒന്നാമതാക്കി കഴിഞ്ഞു. പഠന പാഠ്യേതര വിഷയങ്ങളിൽ കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളായി തങ്ങളുടേതായ മുദ്ര പതിപ്പിക്കുവാൻ ഈ കലാലയത്തിലെ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിരവധി റാങ്കുകളും കോളേജിന്റെ ശോഭയ്ക്ക് തെളിച്ചം കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. 2 ഡിപ്പാർട്ട്മെന്റുകൾ മാത്രമുള്ളതിൽ നിന്ന് ഈ കലാലയം ഒരുപാട് മുന്നോട്ടെത്തി കഴിഞ്ഞു. ഇന്ന് 11 ബിരുദ കോഴ്സുകളും 7 ബിരുദാനന്തര കോഴ്സുകളുമാണുള്ളത്. മികവുറ്റ അധ്യാപനവും മറ്റ് പ്രവർത്തനങ്ങളും സുവർണതയുടെ നിറവിലും കൈമോശം വന്നിട്ടില്ല. എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടിയ ലാബുകൾ, ക്ലാസ് മുറികൾ തുടങ്ങിയവ ഈ കോളേജിന്റെ പ്രത്യേകതകളിൽ ചിലതു മാത്രം. മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ലൈബ്രറിയും ഈ കലാലയത്തിന് സ്വന്തം. സുശക്തമായ ഒരു അനധ്യാപക നിരയാണ് സെന്റ് മേരീസ് കോളേജിന്റെ കരുത്ത്. പ്രൊഫസർ പ്രേംജി ഐസക് പ്രിൻസിപ്പളായിട്ടുള്ള ഈ കലാലയത്തിന്റെ മാനേജർ ബത്തേരി ഭദ്രാസനാധിപൻ എബ്രഹാം മാർ എപ്പിഫാനിയൂസ് ആണ്. കോളേജിന്റെ തുടക്കം മുതൽ ഫാദർ മത്തായി നൂറനാൽ വിട പറഞ്ഞ 2002 നവംബർ 29 വരെ അദ്ദേഹം തന്നെയായിരുന്നു കോളേജ് ഗവേണിംഗ് ബോർഡ് സെക്രട്ടറി. ഇപ്പോൾ ആ സ്ഥാനത്ത് അദ്ദേഹത്തിന്റെ മകൻ ജോർജ് മത്തായി നൂറനാലാണ്. പൗരോഹിത്യത്തിന്റെ നിറചൈതന്യം, നൂറുനാലച്ചന്റെ സമകാലികൻ, ആദ്യകാല ഗവേണിംഗ് ബോഡി അംഗങ്ങളിൽ ഒരാൾ, പൂമറ്റത്തിൽ പൗലോസ് കോർ എപ്പിസ്കോപ്പ, പൂമറ്റത്തച്ഛൻ. ഫാദർ നൂറുനാലച്ചന്റെ സഹയാത്രികനായിരുന്നല്ലോ അങ്ങ്. സെന്റ് മേരീസ് കോളേജുമായി ബന്ധപ്പെട്ട് അച്ഛൻ്റെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും ഒരു അനുഭവം ഞങ്ങളുമായി ഒന്ന് പങ്കുവെക്കാമോ? കുടിയേറ്റ പ്രദേശങ്ങളായ മീനങ്ങാടി, ബത്തേരി കേന്ദ്രീകരിച്ചുള്ള പ്രദേശങ്ങൾ കുടിയേറ്റക്കാർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് സൗകര്യമില്ലാതെ വന്നപ്പോൾ മലങ്കര സഭയുടെ വകയായിട്ട് വയനാട്ടിൽ പ്രത്യേകിച്ചും ആദിവാസികൾ ഉൾക്കൊള്ളുന്ന പ്രദേശത്ത് ഒരു കോളേജ് ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം ഞങ്ങളിൽ പൊതുവെ ഉണ്ടായി. ഞാനും നൂർനാലച്ചനും
മീനങ്ങാടി, ബത്തേരി പള്ളികളിലെ വികാരിയായിട്ട് ഒരേ കാലത്ത് സ്ഥാനമേറ്റ് ജീവിച്ചിരുന്നവരാണ്. ആ വിവരം സഭാ കേന്ദ്രത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയും അന്നത്തെ കാതോലിക്ക ഔഗേന്മാർ തീമോത്യോസ് ആവായെക്കൊണ്ട് കോളേജിനുള്ള അപേക്ഷ കേരള ഗവൺമെൻറ് സമർപ്പിക്കുകയും അങ്ങനെ അന്വേഷണം നടത്തി കോളേജിലേക്കുള്ള അനുകൂല രീതിയിലേക്ക് നീങ്ങുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ ആലോചനയ്ക്കായി ഞങ്ങളൊരു പൊതുസമ്മേളനം ബത്തേരിയിൽ വിളിച്ചു കൂട്ടി. അതിൽ നിന്നും ഒരു അഡ്വോക്ക് കമ്മിറ്റിയെ ഫോം ചെയ്തു. അതിൻ്റെ സെക്രട്ടറി നൂർനാൽ മത്തായി അച്ഛനും ട്രഷറായിട്ട് MC പോത്തനെയും ആണ് തിരഞ്ഞെടുത്തത്. ആ കമ്മിറ്റിയിൽ ഫോം ചെയ്ത കമ്മിറ്റിയിൽ ഞാനും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൂട്ടായ പരിശ്രമത്തിൽ കോളേജ് ആരംഭിക്കുമെന്നുള്ള ആഗ്രഹത്തിന്മേൽ ഉള്ള സജ്ജീകരണങ്ങൾ ചെയ്തു. കേരള ഗവൺമെൻറ് കോളേജ് അനുവദിച്ചു. അങ്ങനെ ക്രമീകരണങ്ങൾ ചെയ്ത് 1965 ജൂലൈ മാസം 1-ാം തീയതി ഞങ്ങൾ കോളേജിന് വേണ്ടി പണിത കെട്ടിടത്തിൻ്റെ വരാന്തയിൽ അന്നത്തെ +2 PDC ക്ലാസ്സിനുള്ള കെട്ടിടത്തിൻ്റെ വരാന്തയിൽ വെച്ച് മൂളാലച്ഛനും ഞാനും MC പോത്തനും അന്നത്തെ വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളായി വന്നുചേർന്നവരും ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് ആരംഭിച്ചതാണ് സുൽത്താൻ ബത്തേരി കോളേജ്. ഓലഷെഡിൽ 1-2 ക്ലാസ് മുറികളിലായി പ്രീ ഡിഗ്രി ബാച്ചുകളുമായായിരുന്നു തുടക്കം. ഡോക്ടർ കോരായം മാണിയായിരുന്നു കോളേജിന്റെ ആദ്യ പ്രിൻസിപ്പാൾ. 1970 വരെ 3 പ്രീ ഡിഗ്രി ബാച്ചുകളിലായി 200-250 കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സെന്റ് മേരീസ് കോളേജിലെ ആദ്യകാല അധ്യാപകരിലൊരാൾ, ദീർഘകാലം ആൺകുട്ടികളുടെ ഹോസ്റ്റലിലെ വാർഡൻ. 1966 മുതൽ 1992 വരെയുള്ള കാലഘട്ടത്തിൽ വളർച്ചയുടെ പടുവുകൾ കയറുന്ന സെന്റ് മേരീസിനൊപ്പം അദ്ദേഹവും നടന്നു. അനേകം വിദ്യാർത്ഥികൾക്ക് അക്ഷര വെളിച്ചം പകർന്നു കൊടുത്ത ഫാദറിലേക്ക്. ഫാദർ, ഹോസ്റ്റൽ ലൈഫ് എപ്പോഴും അടിപൊളിയായിരിക്കുമല്ലോ. അപ്പോൾ അന്നത്തെ ഹോസ്റ്റൽ ലൈഫിനെ കുറിച്ച് ഒന്ന് പറയാമോ? തീർച്ചയായും അടിയും പൊടിയും ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നത്, ഒരു പ്രാവശ്യം അസംതൃപ്തരായ വിദ്യാർത്ഥികൾ ഡെസ്കും ബെഞ്ചും എല്ലാം കിട്ടിയിടത്തോളം മുഴുവൻ അടിച്ച് പൊളിച്ചതായിട്ട് ഓർക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടിയും പൊളിയും ഉണ്ടായിരുന്നു എന്ന്. മാത്രവുമല്ല, അവസാനം അത് പോലീസ് വെടിവയ്പിൽ വരെ കലാശിച്ചു. ഒരു കെട്ടിടത്തിന്റെ മറവിൽ നിന്ന് വിദ്യാർത്ഥികൾ പോലീസിന് കെട്ടിടത്തിന് മുകളിൽ കൂടെ കല്ലെറിഞ്ഞു. പരിക്ക് പറ്റിയ പോലീസുകാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പോലീസുകാർ വെടിവെക്കാനായിട്ട് തോക്ക് ചൂണ്ടിയപ്പോൾ നേരെ നിന്ന് കുട്ടികൾ ഷർട്ട് വലിച്ചു കീറി "വയ്ക്കടാ വെടി" എന്ന് പറഞ്ഞതൊക്കെ എൻ്റെ സ്മരണയിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടിയും പൊളിയും വെടിയും ഒക്കെ ഉണ്ടായിരുന്നു, വെടിവെപ്പൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അന്ന് 1956 എൻ്റെ ഓർമ്മയാണ്, EMS മുഖ്യമന്ത്രിയായിട്ട് ആദ്യമേ തിരുവനന്തപുരത്ത് സത്യപ്രതിജ്ഞ ചെയ്യുന്ന അവസരം. ആ അവസരത്തിൽ ബത്തേരി കോളേജിൽ വെടിവെപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫിസിക്സ് ലാബിന് വേണ്ടി ഉദ്ദേശിച്ചിരുന്ന ഹാളിലും കെമിസ്ട്രി ലാബിന് വേണ്ടി ഉദ്ദേശിച്ചിരുന്ന ഹാളിലുമാണ് ബോയ്സ് താമസിച്ചിരുന്നത്. ഗേൾസ് ബോട്ടണിക്ക് വേണ്ടി ഉദ്ദേശിച്ചിരുന്ന ലാബിന് വേണ്ടി ഉദ്ദേശിച്ചിരുന്ന ഹാളിലെ ഗേൾസും താമസിച്ചിരുന്നു. ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന കുട്ടികളുമായിട്ട് അടുത്ത ബന്ധം പുലർത്തണമെന്ന് ആഗ്രഹിക്കുകയും അതുകൊണ്ട് അവരെ മക്കളെ എന്ന് വിളിക്കുന്ന ഒരു രീതിയും എനിക്കന്നുണ്ടായിരുന്നു. പലപ്പോഴും പ്രിൻസിപ്പലുമായിട്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതിന് വേണ്ടി പ്രിൻസിപ്പൽ ക്വാർട്ടേഴ്സിൽ എത്തുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിനിയും
സമയമില്ല, എനിക്ക് മക്കളുടെ അടുത്ത് പോകണം, മക്കളെ നോക്കണം എന്ന്. മക്കളെ നോക്കുക എന്ന് പറഞ്ഞത് തമാശ രൂപത്തിലാണെങ്കിൽ പോലും അത് അവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോകാൻ ശ്രമിച്ചിരുന്നത്. അതുകൊണ്ട് മക്കൾ എന്ന് ഞാൻ മറ്റ് അധ്യാപകരുടെ ഇടയ്ക്ക് എൻ്റെ കുട്ടികളെക്കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു. അത് മാത്രവുമല്ല, അവരുടെ പേരൻസ് പലപ്പോഴും ഹോസ്റ്റലിൽ വരികയും ഈ കുട്ടികളെക്കുറിച്ച് വളരെയധികം തിരക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ ഞാനവിടെ ചെയ്തിട്ടുണ്ട്. എല്ലാ വാതിലിൻ്റെയും മുകളിൽ ഒരു ചെറിയ ദീർഘചതുരത്തിലുള്ള ഒരു ദ്വാരം ഉണ്ടാക്കിയിരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ സ്റ്റഡി സമയത്ത് സ്റ്റൂളിൽ ഇരുന്ന് പഠിക്കണം എന്നായിരുന്നു നിയമം. കട്ടിലിൽ കിടന്നോ മേശപ്പുറത്ത് തല ചായച്ചു വെച്ചോ പഠിക്കാൻ പാടില്ല എന്ന നിയമമായിരുന്നു സ്റ്റഡി ടൈമിൽ. അതുകൊണ്ട് സ്റ്റഡി ടൈം ആകുമ്പോൾ ത്രൂ ഔട്ട് ഞാൻ ഈ ഹോളിൽ കൂടെ കുനിഞ്ഞു നോക്കുമായിരുന്നു. എന്തെങ്കിലും ആകട്ടെ, അറിയാതെയാണെന്ന് പറഞ്ഞു പോലും ആരും കമ്പി വെച്ചൊന്നും കണ്ണിൽ കുത്തിയിട്ടില്ല എന്നുള്ളത് ചാരിതാർത്ഥ്യമായൊരു കാര്യം തന്നെയാണ്. കോളേജിൽ സുരക്ഷയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു ഞാൻ. കൃത്യസമയം കഴിഞ്ഞാൽ ഗേറ്റ് പൂട്ടും. ഗേറ്റ് പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ താമസിച്ച് വരുന്ന കുട്ടികൾ പുറത്തു നിൽക്കുകയേ നിവൃത്തിയുള്ളൂ. പിന്നീട് അവർ പുറകുവശത്തെ വാതിൽ കൂടി വന്ന് അനുവാദം ചോദിച്ച് ഗേറ്റ് തുറന്നു കൊടുത്ത് അവർ അകത്ത് പ്രവേശിച്ചിരുന്നു. ഫാദർ 1966 മുതലുള്ള കോളേജ് മാഗസിൻസ് ഫാദർ സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പിന്നിൽ എന്തെങ്കിലും വ്യക്തിപരമായ കാരണങ്ങളുണ്ടോ? എൻ്റെ അന്നത്തെ കാലത്തെ കാര്യങ്ങളെക്കുറിച്ച് അയവിറക്കുന്നതിന് എന്നെ ഇത് വളരെ സഹായിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് മറിച്ച് നോക്കുമ്പോൾ അന്നത്തെ എൻ്റെ സഹ അധ്യാപകരെ, അതുപോലെ തന്നെ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച്, അതുപോലെ വിദ്യാർത്ഥികൾ അവരുടെ ഗ്രൂപ്പ് ഫോട്ടോ നോക്കും, ചാമ്പ്യൻഷിപ്പ് അങ്ങനെയുള്ള വ്യക്തിപരമായിട്ടുള്ള കുട്ടികളുടെ ഫോട്ടോകൾ നോക്കും. ഇങ്ങനെ ഇതൊക്കെ മറിച്ച് നോക്കുന്നത് എനിക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് ഓർക്കുകയും ഈ കുഞ്ഞുങ്ങൾ വളർന്ന് ഇപ്പോൾ അവരും ഗ്രാൻഡ് പാരൻസ് വരെ ആയി കാണും എന്നൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓർക്കുകയും അവരെക്കുറിച്ചൊക്കെ നല്ല സ്മരണകൾ അയവിറക്കുന്നതിനും എന്നെ വളരെ സഹായിക്കും. ഇടയ്ക്കിടയ്ക്ക് ഞാനത് മറിച്ച് നോക്കാറുണ്ട്. അങ്ങനെ എല്ലാവരെക്കുറിച്ചും ഓർക്കുന്നതിന് എന്നെ വളരെ സഹായിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ മാഗസിൻസ് ഇത്രയും ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അന്നും ഇന്നും ഈ കലാലയത്തിൻ്റെ കരുത്ത് ഇവിടുത്തെ പ്രഗത്ഭരായ അധ്യാപകർ തന്നെ. അറിവിൻ്റെ വെള്ളി വെളിച്ചം നിരവധി തലമുറകൾക്ക് പകർന്നു കൊടുത്ത ഗുരുശ്രേഷ്ഠർ. പിന്നിട്ട വഴികളിലത്രയും സെൻറ് മേരീസിൻ്റെ തിരുശേലിക്കുള്ളിലെ മഹാശില്പികൾ. അത്തരത്തിലൊരാളെയാണ് നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്, പ്രൊഫസർ മോഹൻ ബാബു സാർ. സെൻറ് മേരീസ് കോളേജിലെ സാറിൻ്റെ അധ്യാപന ജീവിതവും നേട്ടങ്ങളും ഒന്ന് പങ്കുവയ്ക്കുന്നു. 1972 സെൻറ് മേരീസ് കോളേജിൽ ഞാൻ വരുമ്പോൾ വയനാട്ടിലെ ഏക കോളേജാണ് സെൻറ് മേരീസ് കോളേജ്. അതുകൊണ്ട് തന്നെ ഞാനിന്നൊരു കന്നിക്കാരനായി വരുമ്പോൾ തീർച്ചയായിട്ടും അധ്യാപന ജീവിതത്തിൻ്റെ എല്ലാ നല്ല മുഹൂർത്തങ്ങളും എന്നെ സംബന്ധിച്ചുള്ള സെൻറ് മേരീസ് കോളേജിലാണ് സംഭവിച്ചിട്ടുള്ളത്. താരതമ്യേന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അത്രയൊന്നും അറിയപ്പെടുന്നൊരു കോളേജായിരുന്നില്ല 72 സെൻറ് മേരീസ് കോളേജ്. പതുക്കെയുള്ള എൻ്റെ വളർച്ചയിൽ ചെറിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു വലിയ സന്തോഷമുണ്ട്. സെൻറ് മേരീസ് കോളേജിലാണ് വാസ്തവത്തിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി തന്നെ ഇത്രയും ഗ്രാമീണ പ്രദേശത്തുള്ള കോളേജിൽ ജോലി ചെയ്യാൻ കഴിഞ്ഞത് ജീവിതത്തിലെ വലിയൊരു അനുഭവമായിട്ട് ഞാൻ കാണുന്നു. ഞാനൊരു മുനിസിപ്പൽ നഗരത്തിൽ നിന്നാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. പക്ഷേ ഈ ഗ്രാമീണ കോളേജിൻ്റെ പ്രസക്തി മറ്റാരേക്കാളും കൂടുതലായി ഞാനിന്ന് മനസ്സിലാക്കുന്നു. കാരണം സെൻറ് മേരീസ് കോളേജിൽ അന്നുള്ള എല്ലാ വിദ്യാർത്ഥികളും ബിരുദധാരികളായി പിന്നീട് മാറിയപ്പോൾ വയനാട്ടിൽ നിന്ന് മാത്രമല്ല കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എനിക്ക് വ്യക്തിപരമായി പൂർവ്വ വിദ്യാർത്ഥികൾ ഉണ്ടാകാൻ അവസരമൊരുക്കിയത് സെൻറ് മേരീസ് കോളേജാണ്. അതിനുശേഷം 2-3 മറ്റ് കോളേജുകളിൽ ജോലി ചെയ്തു. അപ്പോഴേക്കും കോളേജുകളുടെ നമ്പർ കൂടി. കൽപ്പറ്റ ഗവൺമെൻറ് കോളേജ് ഉണ്ടായി, മാനന്തവാടി ഗവൺമെൻറ് കോളേജ് ഉണ്ടായി, മുട്ടിൽ കോളേജ് ഉണ്ടായി, പുൽപ്പള്ളി കോളേജ് ഉണ്ടായി. പക്ഷേ സെൻറ് മേരീസ് കോളേജിൻ്റെ ഒരു പ്രത്യേകത, വയനാട്ടിൽ അന്ന് ഈ 83 വരെയുള്ള കാലത്ത് വയനാട്ടിൽ നിന്നൊരു ബിരുദധാരി ഉണ്ടെങ്കിൽ അത് സെൻറ് മേരീസ് കോളേജിലെ കുട്ടിയായിരിക്കും. അതുകൊണ്ടാണ് വളരെ വലിയ വിപുലമായൊരു ശിഷ്യസമ്പത്ത് ജില്ലയിലും പുറത്തും ഉണ്ടാകാൻ കഴിഞ്ഞിട്ടുള്ളത് സെൻറ് മേരീസ് കോളേജിൽ പ്രവർത്തിച്ചുകൊണ്ടാണ്. അതും കൂടാതെ ഈ ഗ്രാമപ്രദേശത്തുള്ള കോളേജുകളുടെ ഒരു പ്രസക്തി, സെൻറ് മേരീസ് കോളേജ് ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ജീവിതത്തിൽ ബിരുദം നേടാൻ കഴിയാതിരുന്ന കുട്ടികളാണ് സെൻറ് മേരീസ് കോളേജിൽ പഠിച്ചിട്ടുള്ളത്. കോഴിക്കോടോ മൈസൂരിലോ മറ്റു സ്ഥലങ്ങളിലോ പോയി പഠിക്കാൻ കഴിയാത്ത കുട്ടികൾ, സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ. അതാണ് വലിയൊരു പ്രസക്തി. ഗ്രാമ ജീവിതത്തിൽ ബിരുദധാരികളെ വയനാട്ടിൽ സൃഷ്ടിക്കാൻ സെൻറ് മേരീസ് കോളേജിന് കഴിഞ്ഞിട്ടുള്ളതാണ്. ആ കാലത്ത് ജോലി ചെയ്തുകൊണ്ട് അത് വലിയ നേട്ടമായി ജീവിതത്തിൽ ഞാൻ കാണുകയാണ്. 1970-ലാണ് BA പൊളിറ്റിക്സും
BSc ഫിസിക്സും തുടങ്ങിയത്. തുടക്കത്തിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിലും 1980-ൽ കാലിക്കറ്റ് സർവകലാശാലയിൽ അഫിലിയേറ്റഡായി. 1984-ൽ MA പൊളിറ്റിക്സ് കൊണ്ടുവന്നതോടെ ബിരുദാനന്തര ബിരുദ കോഴ്സുകളും തുടങ്ങി. കാലിക്കറ്റ് സർവകലാശാലയിൽ സുറിയാനി ഭാഷ പഠിപ്പിച്ച ഏക കലാലയമായിരുന്നു സെന്റ് മേരീസ്. സെന്റ് മേരീസ് കോളേജിലെ വിജയപാതയിലെ നാഴികക്കല്ല്. 2006-ൽ NAC B+ നേടി നമ്മുടെ കോളേജിന് 2012-ൽ റീ അക്രഡിറ്റേഷനിൽ A ഗ്രേഡ് ലഭിക്കുകയുണ്ടായി. നിരവധി പടവുകൾ താണ്ടിയുള്ള ആ യാത്രയ്ക്ക് അന്നത്തെ പ്രിൻസിപ്പളായിരുന്ന പ്രൊഫസർ വർഗീസ് വൈദ്യന്റെ നേതൃത്വത്തിൽ പ്രയത്നിച്ച അധ്യാപകർ, അന്നത്തെ IQAC കോർഡിനേറ്റേഴ്സ് ആയിരുന്ന ഡോക്ടർ PA മത്തായി സാറും ഇപ്പോഴത്തെ കോർഡിനേറ്റർ ആയിരിക്കുന്ന ഡോക്ടർ ജോർജ് മാത്യു സാറും. സെന്റ് മേരീസിന്റെ ചരിത്രത്തിന് തെളിവ് കുറിച്ചാർത്തിയ ഈ അംഗീകാരത്തെക്കുറിച്ച് നമുക്ക് ഇവരിൽ നിന്ന് കേൾക്കാം. സർ, നാക്കിന്റെ A ഗ്രേഡ് എന്ന പ്രോഗ്രാം നമ്മുടെ കോളേജിൽ ലഭിച്ചുവല്ലോ. അപ്പോൾ ഇതിന്റെ പിന്നിലുള്ള പ്രയത്നം എന്താണ്? It's our pleasure and pride to talk about the NAC and IQAC activities of the college celebrating the Golden Jubilee this year. College സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് കോളേജ് ഈ വയനാട്ടിലെ തന്നെ ആദ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അതിൻ്റെ ഫൗണ്ടറായിട്ടുള്ള യശശരീരനായ ഫാദർ മത്തായി നൂറനാലിൻ്റെ നല്ല സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ അതിൽ നിന്ന് ശിരസ് നമിക്കുകയാണ്. 2006-ലാണ് ആദ്യമായിട്ട് നമ്മുടെ കോളേജ് NAC അക്രഡിറ്റഡ് ആയിട്ട് മാറുന്നത്. ആദ്യത്തെ അക്രഡിറ്റേഷനിൽ നമുക്ക് B+ എന്ന ഗ്രേഡാണ് ലഭിച്ചിട്ടുള്ളത്. അതിനുശേഷം 2007-ൽ പ്രൊഫസർ വർഗീസ് വൈദ്യൻ സാർ ഈ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ആവുകയും കോളേജിൻ്റെ അടുത്ത 5 വർഷത്തിന് ശേഷമുണ്ടാവുന്ന റീ അക്രഡിറ്റേഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു നേതൃത്വവും അദ്ദേഹത്തിൻ്റെ ഒരു ഇനിഷ്യേറ്റീവും തീർച്ചയായിട്ടും വളരെയധികം വിലമതിക്കപ്പെടേണ്ടതാണ്. എന്നാൽ 2009 വർഷമായപ്പോഴത്തേക്കും റീ അക്രഡിറ്റേഷൻ്റെ പ്രോസസ്സിലേക്ക് കടക്കേണ്ട സമയമായപ്പോൾ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകനായ എന്നെയും അതുപോലെ തന്നെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകനായ ഡോക്ടർ ജോർജ് മാത്യു സാറിനെയും ഇതിൻ്റെ കോർഡിനേറ്റേഴ്സായിട്ട് നിയമിക്കുകയും ഞങ്ങൾ അതിൻ്റെ വേണ്ട പ്രിപ്പറേഷൻസിലേക്ക് കടക്കുകയും ചെയ്തു. ഇതിന് മെയിനായിട്ട് ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ ഓരോ വർഷവും AQAR ആനുവൽ ക്വാളിറ്റി അഷുറൻസ് റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. ഓരോ വർഷത്തെയും പ്രവർത്തനങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് അതിനെ ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ബുക്ക് രൂപത്തിൽ NACന് അയച്ചു കൊടുക്കേണ്ടതുണ്ട്. ഓരോ വർഷത്തെയും കാര്യങ്ങളെ റിപ്പോർട്ടാക്കിക്കൊണ്ട് ഞങ്ങൾ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ ചെയ്യുകയും അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് RAR എന്ന ഈ ബുക്ക്. ഇതൊരു റിപ്പോർട്ടാണ്. ഒരു വർഷത്തെ 5 വർഷത്തെ സമഗ്രമായിട്ടുള്ളൊരു ബുക്കാണ് RAR, റീ അക്രഡിറ്റേഷൻ റിപ്പോർട്ട് എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള റിപ്പോർട്ടാണ് നമ്മൾ NACലേക്ക് അയച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് NACൻ്റെ ഒരു ടീം, പിയർ ടീം വീണ്ടും കോളേജിൽ വരികയും കോളേജിൻ്റെ പ്രവർത്തനങ്ങളെ അസസ് ചെയ്യുകയും ചെയ്യുക. അങ്ങനെ 2012 മാർച്ച് മാസത്തിൽ NAC പിയർ ടീം കോളേജിലെത്തുകയും നമ്മുടെ കോളേജിൻ്റെ മാനേജ്മെൻറ്റ്, പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ്, ഓൾ ദ മിനിസ്റ്റീരിയൽ സ്റ്റാഫ്, സ്റ്റുഡൻസ്, PTA, അതുപോലെ തന്നെ അലംനൈ അസോസിയേഷൻ, ഇവരുടെ എല്ലാം കൂട്ടായ ഒരു പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കോളേജിന് NACൻ്റെ A ഗ്രേഡ് നേടിയെടുക്കുവാനും സാധിച്ചു എന്നുള്ളതാണ്. സർ, ഈ പദവി നമുക്ക് നേടിത്തന്നിട്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു NACൻ്റെ A ഗ്രേഡ് പദവി നമുക്ക് നേടിത്തന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമെന്ന് പറയുന്നത് കോളേജ് ഒരു സിസ്റ്റത്തിലേക്കായി എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും പറയും ഒരു കോളേജിൽ ഒരു പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഒരാൾ ഉണ്ടായിരുന്നു, അന്നത് നല്ലതായിരുന്നു, ഇപ്പോൾ നല്ലതല്ലായിരുന്നു എന്നൊക്കെ പറയും, നമ്മൾ കമ്പയർ ചെയ്ത് പറയും. പക്ഷേ കോളേജിനൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ ആ കോളേജിൻ്റെ പൊതുവെയുള്ള മൊത്തം ആക്ടിവിറ്റീസ് ഈ സിസ്റ്റം തന്നെ അതിനെ കെയർ ചെയ്യും. അപ്പോൾ NACൻ്റെ A ഗ്രേഡ് കിട്ടുന്ന ഒരു കോളേജിൽ ഈ സിസ്റ്റം വളരെ ലൈവായിട്ടുണ്ടാവും. അപ്പോൾ ആ കോളേജിൻ്റെ മൊത്തമുള്ള നടത്തിപ്പ്, അതിൻ്റെ ഡെയിലി ബേസിസുള്ള പ്രോഗ്രസ്, കോളേജിൻ്റെ മൊത്തമുള്ള പ്രോഗ്രസ്, ഇതിനെയെല്ലാം ഗാർഡ് ചെയ്തുകൊണ്ട് ഇത്തരം ഒരു സിസ്റ്റം എക്സിസ്റ്റൻസിൽ വരിക എന്നുള്ളതാണ് ഈ ഒരു NAC സിസ്റ്റം നമ്മൾ കോളേജിലേക്ക് വരുന്നതുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. അത് കൂടാതെ മറ്റ് കോളേജിന് കിട്ടുന്ന ഗ്രാൻറ്റുകളിലുള്ള വർധനവ്,
അതല്ലാതെയുള്ള മറ്റ് ആക്ടിവിറ്റീസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോളേജിൻ്റെ അക്കാഡമിക് ആക്ടിവിറ്റീസിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാമല്ലോ. പണ്ട് കോളേജിൽ ഒരു ടീച്ചർ ബേസ്ഡ് ആക്ടിവിറ്റീസ് ആയിരുന്നു നടക്കുന്നത്. അതിനുശേഷം അത് സ്റ്റുഡൻറ് സെൻട്രിക്കായി വിദ്യാർത്ഥികളിലേക്ക് ഫോക്കസ് ചെയ്തു. അതിനുശേഷം വന്ന ഒരു പാരഡൈമിൽ ഇത് മൊത്തം കാര്യങ്ങൾ ഒരു ലൈബ്രറി സെൻറ്റേർഡ് അപ്രോച്ചിലേക്ക് മാറി. അപ്പോൾ കാലാനുസൃതമായി വരുന്ന അക്കാഡമിക് ഫീൽഡിലെയും അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡിലെയും വ്യത്യാസങ്ങൾ കോളേജിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ഈ നാക്കിൻ്റെ IQAC എന്ന് പറയുന്ന യൂണിറ്റിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ്. അതല്ലാതെയുള്ള ധാരാളം ഡെവലപ്മെൻറ്റ്സ് കോളേജിൻ്റെ ഓരോ കാലഘട്ടത്തിലുമുള്ള ഒരു കോളേജിൻ്റെ ചുറ്റുമുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ്, കോളേജിൻ്റെ പ്രയോജനം അനുഭവിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിന് എന്തൊക്കെ കോളേജ് കേറ്റർ ചെയ്യണം എന്നുള്ളത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ആ വ്യത്യാസങ്ങളെ മനസ്സിലാക്കി അതിനനുസരിച്ച് ഡിപ്പാർട്ട്മെൻറ്റലായിട്ടുള്ള റിസർച്ചുകൾ, ഡിപ്പാർട്ട്മെൻറ്റലായിട്ടുള്ള സെമിനാറുകൾ ഓർഗനൈസ് ചെയ്യുക, കോളേജിൻ്റെ പൊതുവെയുള്ള ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഭാഗമാകുക, ടീച്ചേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ ലേണിംഗ് പ്രൊമോട്ട് ചെയ്യുക, കുട്ടികളുടെ ഓവറോൾ ആക്സസ്, അതായത് UGC പറയുന്ന 4 പില്ലേഴ്സ് ഓഫ് ലേണിംഗ് ഉണ്ട്. ഒന്ന് ആക്സസ് ആണ്, കുട്ടികൾക്ക് കോളേജിലെ ഫെസിലിറ്റീസ് വളരെ ഭംഗിയായിട്ട് ആക്സസ് ആകുക. അതുപോലെ തന്നെ ഇൻക്ലൂഷൻ, കുട്ടികൾ കോളേജിൻ്റെ ആക്ടിവിറ്റിയിൽ ഇൻക്ലൂഡഡ് ആകുക. അതുപോലെ തന്നെ എക്സ്റ്റൻഷൻ വർക്ക്, കോളേജുമായിട്ട് ബന്ധപ്പെട്ട് സാറ് നേരത്തെ പറഞ്ഞ പോലെയുള്ള കോളേജിൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലുള്ള ഇൻവോൾവ്മെൻറ്റ്, റിസർച്ച് ആണെങ്കിൽ പബ്ലിക്കേഷൻസ്, ഇങ്ങനെയുള്ള എക്സ്റ്റൻഷൻ വർക്ക്, അതുപോലെ തന്നെ അതിൽ നിന്നുണ്ടാകുന്ന എക്സലൻസ്. ഈ 4 പില്ലേഴ്സ് ഓഫ് ലേണിംഗ് UGC വിഭാവനം ചെയ്യുന്ന 12ാം പ്ലാനിൽ വിഭാവനം ചെയ്യുന്ന ഈ 4 പില്ലേഴ്സ് ഓഫ് ലേണിംഗ് ഒരു കോളേജിൽ ഇംപ്ലിമെൻറ്റഡ് ആകുന്നത് ഈ പറയുന്ന നാക്കിൻ്റെ IQACയുടെ ഫംഗ്ഷനിങ്ങിലൂടെയാണ്. ഇതെല്ലാം കോളേജിന് കിട്ടുന്ന ബെനിഫിറ്റാണ്. ശ്രീ ജോർജ് മത്തായി നൂർനാൽ, സെന്റ് മേരീസ് കോളേജിന്റെ ശിലാസ്ഥാപകനായ റവറൻഡ് ഫാദർ മത്തായി നൂർനാലിന്റെ മൂത്ത മകൻ, സെന്റ് മേരീസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി, നീണ്ട 15 വർഷത്തോളം സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം, വയനാട്ടിലെ പ്രഥമ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, സർവോപരി സെന്റ് മേരീസ് കോളേജിന്റെ സർവോന്മുഖമായ എല്ലാ പ്രവർത്തനങ്ങളിലും ചുക്കാൻ പിടിക്കുന്ന ഗവേണിംഗ് ബോർഡ് സെക്രട്ടറി. സെന്റ് മേരീസ് കോളേജ് വയനാട്ടിലെ ജനങ്ങളുടെ സാംസ്കാരിക ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തി? നമ്മുടെ ഈ കോളേജ് 1965 ഈ കോളേജ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവിടെ ജീവിച്ചിരുന്ന ജനങ്ങളെല്ലാം വരുമാന മാർഗം എന്ന് പറയുന്നത് കൃഷിയായിരുന്നു. 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, 10ാം ക്ലാസ് വരെയുള്ള സ്ഥാപനങ്ങൾ അവിടെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ ഒന്നിനെ പറ്റിയും അറിഞ്ഞുകൂടാ. ജനങ്ങൾക്ക് മൊത്തത്തിൽ അറിയില്ലായിരുന്നു ഒരു കോളേജ് എന്നുള്ളത് പറ്റി ഒരു കേട്ടുപോലും ഇല്ല. ആ ഒരു കാലഘട്ടത്തിൽ ഇത് സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് കുറേ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ തന്നെ ആദ്യമായിട്ട് വയനാട്ടിലേക്ക് വരുന്നത്. അന്നവിടെ പഠിപ്പിച്ചിരുന്ന എല്ലാ അധ്യാപകരും തന്നെ നമ്മുടെ തെക്കൻ തിരുവിതാംകൂർ ഭാഗത്ത് നിന്നും ഇങ്ങോട്ട് കുടിയേറി പാർത്തു എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെയുള്ളവരെ കാണുമ്പോഴാണ് ആദ്യമായിട്ട് വിദ്യാഭ്യാസമുള്ള കുറേ വ്യക്തികളെ നമ്മുടെ ജനങ്ങൾ കാണാൻ തുടങ്ങി. പിന്നീട് കുറേ കാലങ്ങൾ കഴിയുമ്പോഴാണ് ഡോക്ടർമാരൊക്കെ ഉണ്ടായത്. അപ്പോൾ എൻ്റെ ഓർമ്മയിലുണ്ട്, ഈ 65 ഇത് സ്ഥാപിക്കുമ്പോൾ പഠിക്കാൻ വരാൻ കുട്ടികൾ തയ്യാറാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ പിതാവ്, അന്ന് കോളേജ് സ്ഥാപകൻ കൂടിയായിരുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പറ്റം ആൾക്കാരും ഓരോ വീടുകളിലും അന്വേഷിച്ച് നിന്ന് SLC പാസ്സായിട്ടുള്ള കുട്ടികളെയൊക്കെ കണ്ടുപിടിച്ച് അവരെ പിടിച്ചു കൊണ്ടുവന്ന് പഠിപ്പിക്കുകയായിരുന്നു. അക്കൂട്ടത്തിൽ ഡോക്ടർമാരായവരുണ്ട്, വലിയ വലിയ മറ്റ് സ്ഥാനങ്ങളിൽ എത്തിയിട്ടുള്ള ഒരുപാട് പേരൊക്കെ അവിടെ നിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് വയനാട്ടിൽ നിന്ന് ആദ്യമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പോലീസ് സർവീസിൽ അംഗമായിട്ടുള്ള ഒരാൾ, അത് ഈ കോളേജിൽ പഠിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അത് ഭാഗ്യവശാൽ അത് എൻ്റെ ബ്രദർ കൂടിയാണ്. ഇനി കോളേജിൽ വയനാട്ടിലെ ആദ്യത്തെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് ഞാനാണ്. അത് ഞാൻ അവിടെ തന്നെ പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെ അതിന് പുറമെ ഡോക്ടേഴ്സായിട്ടും എൻജിനീയേഴ്സായിട്ടും IFS ഓഫീസേഴ്സായിട്ടും ഒക്കെ ഒരുപാട് പേര് വയനാട്ടിൽ നിന്നുണ്ടായി. അതിനുള്ളൊരു അവസരം അവർക്ക് ലഭിച്ചിട്ടുള്ളത് അന്ന് അവർക്ക് ഒരു കോളേജിൽ പോകാനായിട്ട് സാധിച്ചു എന്നുള്ളത്. അത് ഒരു ഭാഗം. മറ്റൊരു ഭാഗത്ത് ഈ അവിടെ ഉണ്ടായിരുന്ന കൃഷിയോട് മാത്രം ഉപജീവന മാർഗമായിട്ട് ജീവിച്ചിരുന്ന ഒരു പറ്റം ആൾക്കാർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വലിയ മേഖല അതോട് തുറന്നു കിട്ടി. അപ്പോൾ അന്ന് ഇപ്പോൾ ഈ 2 വർഷം പഠിച്ചു കഴിഞ്ഞാൽ അന്ന് ടീച്ചറായിട്ട് മാറാൻ പറ്റുമായിരുന്നു. നമ്മുടെ വയനാട്ടിലുള്ള ഒരുപാട് സ്കൂൾസിലുള്ള പല ടീച്ചർമാരും അന്ന് ഇവിടെ പഠിച്ചവരാണ്. പിന്നീട് മറ്റ് ഗവൺമെൻറ് ഉദ്യോഗത്തിലേക്കും ക്ലർക്കുമാരായിട്ടും ഒക്കെ ഒരുപാട് പേര് പോയിട്ടുണ്ട്. ഇവരുടെ എല്ലാവരുടെയും ആ ഒരു വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുള്ളൊരു മാറ്റം അവരുടെ കുടുംബങ്ങളിലുള്ള അവരുടെ ജീവിത രീതിയിലും അവരുടെ ചിന്താഗതിയിലും എല്ലാം ഒരു വലിയ മാറ്റം വരുത്തി.
അപ്പോൾ വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാടിൻ്റെ ഒരു സാംസ്കാരികമായിട്ടുള്ള അതിൻ്റെ ഒരു വളർച്ച ആരംഭിക്കുന്നത് തന്നെ ഈ കോളേജിൻ്റെ സ്ഥാപനത്തോടു കൂടിയാണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. വയനാടിൻ്റെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ മറ്റൊരു പ്രധാന കാര്യമുള്ളത് നമ്മുടെ കോളേജിനോടനുബന്ധിച്ചുള്ള ഹെലിപ്പാഡാണ്. വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇന്ന് ഒരു ഹെലിപ്പാഡ് ആർക്കെങ്കിലും ഒരു VIP വന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം കൊടുക്കാൻ കഴിഞ്ഞ നമ്മുടെ കോളേജാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ വ്യക്തികൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടായിരുന്നതും ഇന്ത്യൻ ഭരണചക്രം തിരിച്ചിരുന്നതുമായ ഒരുപാട് വ്യക്തികൾ ഈ സ്ഥാപനത്തിൽ വന്ന് ഈ സ്ഥാപനത്തിൽ വരുന്നതിനും വയനാട്ടിൽ തന്നെ വരുന്നതിനുള്ളൊരു അവസരം നമുക്ക് കൊടുക്കാനായിട്ട് കഴിഞ്ഞു. അത് നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള നമ്മുടെ വയനാടിൻ്റെ വളർച്ചയിൽ ഒരു വലിയ സഹായകരമായിട്ടുള്ള ഒന്നാണ്. മറ്റൊന്ന്, ഇന്ന് സുൽത്താൻ ബത്തേരിയെ സംബന്ധിച്ച് പറയുമ്പോൾ സുൽത്താൻ ബത്തേരിയിലെ നമ്മുടെ ടൗൺ സ്ക്വയർ, ആ ടൗൺ സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കോളേജിലാണ്. നമ്മുടെ കോളേജിന് കൊടുത്തിട്ടുള്ള ലാൻഡിൽ നിന്നാണ് ആ ടൗൺ സ്ക്വയർ അവിടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ എല്ലാറ്റിനേക്കാളും ഉപരി ബത്തേരി സെന്റ് മേരീസ് കോളേജ് നാടിന് നൽകിയ സംഭാവന അഭ്യസ്ത വിദ്യരുടെ ഒരു ഒഴുക്ക് വയനാട്ടിലേക്ക് തുറന്നുവിട്ടു എന്നുള്ളതാണ്. കോളേജിന്റെ ആദ്യത്തെ പ്രിൻസിപ്പൽ പ്രൊഫസർ കോര M. മാണി ഒരുപക്ഷെ വയനാട് കണ്ട ആദ്യത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിരുന്നു. തുടർന്ന് വന്ന ഡോക്ടർ KI കുര്യൻ ആദ്യത്തെ ഡോക്ടറേറ്റ് ബിരുദധാരിയും. 1967 പ്രിൻസിപ്പൽ ചുമതലയേറ്റ ഫാദർ കോശി ചാക്കോ സെന്റ് മേരീസ് കോളേജ് പ്രിൻസിപ്പൽമാർക്കിടയിൽ ഏക വൈദികനാണ്. പ്രൊഫസർ KC പീറ്റർ മലയാളത്തിലെ പ്രമുഖ സഞ്ചാര സാഹിത്യകാരനായിരുന്നു. തുടർന്ന് പ്രിൻസിപ്പൽ ചുമതലയേറ്റ പ്രൊഫസർ MO ഉമ്മൻ, പ്രൊഫസർ TT തോമസ് എന്നിവർ ഈ കോളേജിലെ തന്നെ അധ്യാപകരായിരുന്നു. പ്രൊഫസർ P. സാംകുര്യൻ സെന്റ് മേരീസ് കോളേജിന്റെ ഭരണ നിർവഹണത്തിന് വലിയ ദിശാബോധം നൽകി. 1981 ജൂൺ മാസം 7-ാം തീയതി മുതൽ 1998 മാർച്ച് മാസം 31 വരെ പ്രിൻസിപ്പൽ ചുമതല നിർവഹിച്ച പ്രൊഫസർ ഡോക്ടർ KP ജോണി സെന്റ് മേരീസ് കോളേജിന്റെ അക്കാഡമിക് ഭരണത്തിന് മികച്ച പ്രൊഫഷണലിസം സംഭാവന ചെയ്തു. പ്രൊഫസർ S. നൈനാൻ സെന്റ് മേരീസ് കോളേജ് അധ്യാപകരിൽ നിന്നും പ്രിൻസിപ്പൽ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്ന ആദ്യത്തെ അധ്യാപകനാണ്. പ്രൊഫസർ TK തോമസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ എന്ന നിലയിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പ്രൊഫസർ TC ജോയ്, പ്രൊഫസർ ബാബു വർഗീസ് എന്നിവർ തുടർന്ന് സേവനം നൽകി. 2004 ഏപ്രിൽ മാസം പ്രിൻസിപ്പൽ ചുമതലയേറ്റ പ്രൊഫസർ തോമസ് പോൾ കോളേജിന്റെ ആദ്യത്തെ NAC അക്രഡിറ്റേഷന് കളമൊരുക്കി. പ്രൊഫസർ വർഗീസ് വൈദ്യൻ പ്രിൻസിപ്പൽ ചുമതല ഏറ്റെടുത്ത ശേഷം കോളേജിന്റെ 2ാം NAC അക്രഡിറ്റേഷന് ആവശ്യമായ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും വയനാട്ടിൽ ആദ്യമായി സെന്റ് മേരീസിന് NAC A ഗ്രേഡ് ലഭിക്കുകയും ചെയ്തു. A ഗ്രേഡ് കരസ്ഥമാക്കുന്ന മലങ്കര സഭയുടെ ആദ്യത്തെ കോളേജ് കൂടിയാണ് സെന്റ് മേരീസ്. തുടർന്ന് 2012 മുതൽ ഒരു വർഷക്കാലത്തേക്ക് പ്രൊഫസർ സണ്ണി മാത്യുവിന്റെ സേവനം കോളേജിന് ലഭിച്ചു. ഒട്ടൊന്ന് ചുരുക്കി പറഞ്ഞാൽ എക്കാലത്തും കോളേജിന് മികച്ച സേവനം ലഭ്യമാക്കുന്നതിന് മാനേജ്മെന്റ് ശ്രദ്ധാലുക്കളായിരുന്നു. കോളേജിന്റെ കെട്ടിട നിർമ്മാണത്തിനും ക്യാമ്പസ് വികസനത്തിനും രൂപരേഖ നൽകിപ്പോന്നത് കേരള സംസ്ഥാന ചീഫ് ടൗൺ പ്ലാനറായി വിരമിച്ച ആർക്കിടെക്ട് കണിയാന്തറ ജോസഫ് അലക്സാണ്ടറും കെട്ടിട നിർമ്മാണ ചുമതലകൾ നിർവഹിച്ചിരുന്നത് വയനാട്ടിലെ ആദ്യത്തെ കോൺട്രാക്ടർ മൂത്തേടത്ത് ശ്രീ MC പോൾ അവർകളുമായിരുന്നു. വയനാട്ടിലെ ആദ്യത്തെ കോൺക്രീറ്റ് കെട്ടിട സമുച്ചയമാണ് കോളേജിൻ്റേത്. കോളേജിന്റെ സമഗ്ര നേതൃത്വത്തിന് ആ പ്രൊഫഷണൽ സമീപനം ഇപ്പോഴും മാനേജ്മെന്റ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 1965 മുതൽ കറങ്ങിത്തുടങ്ങിയ സെന്റ് മേരീസ് കോളേജിന്റെ കാലചക്രം ഇപ്പോൾ എത്തി നിൽക്കുന്നത് പ്രൊഫസർ പ്രേംജി ഐസക് എന്ന കർമ്മനിരതനായ പ്രിൻസിപ്പൽക്ക് മുൻപിലാണ്. ദിശാബോധമുള്ള ഒരു കപ്പിത്താനെ പോലെ അദ്ദേഹം ഈ കലാലയത്തിന്റെ പ്രയാണത്തിന് ചുക്കാൻ പിടിക്കുന്നു. ഈ കോളേജിലെ തന്നെ കൊമേഴ്സ് വിഭാഗം അധ്യാപകനും പിന്നീട് 2013 മുതൽ ഇവിടുത്തെ പ്രിൻസിപ്പൽ പദവിയിലേക്ക് ഉയരുകയും ചെയ്ത പ്രേംജി സാറിലേക്ക് ജൂബിലിയുടെ നിറവിലെത്തി നിൽക്കുന്ന നമ്മുടെ കോളേജിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്ന് പറയാം. ഈ കോളേജിൻ്റെ ഈ ജൂബിലി വർഷത്തിൽ കോളേജിൻ്റെ പുതിയതായിട്ട് പുതിയ കോഴ്സുകൾ നമുക്ക് അക്കാഡമിക് ആയിട്ടുള്ള കോഴ്സിനോടൊപ്പം തന്നെ സ്റ്റുഡൻറ്റ് സപ്പോർട്ട് പ്രോഗ്രാംസും ഒക്കെ കൂടെ ഈ വർഷം നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് പ്രധാനമായിട്ട് ജൂബിലിയോടനുബന്ധിച്ച് കോളേജിനൊരു ജൂബിലി ബ്ലോക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പണി ഉടനെ
കുറച്ചുകൂടെ പുതിയ പുതിയ കോഴ്സുകളൊക്കെ തുടങ്ങാനും കുറച്ചുകൂടെ കൂടുതൽ സൗകര്യങ്ങളൊക്കെ അത് വന്നു കഴിഞ്ഞാലും നമുക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഇപ്പോൾ നമുക്ക് കിട്ടും. പ്രധാനമായിട്ടും നമുക്കിപ്പോൾ കൺവെൻഷനലായിട്ട് ഇപ്പോൾ ഡിഗ്രി കോഴ്സസ് എന്ന് പറയുമ്പോൾ ഈ വർഷം പുതിയതായിട്ട് ഒരു സെൽഫ് ഫൈനാൻസ് കോഴ്സ് BCom-ഉം അതേപോലെ M.Com സെൽഫ് ഫൈനാൻസ് കോഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ UG ഒരു 11 ഡിഗ്രി കോഴ്സും 8 പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സും ആണ് നമുക്ക് ഈ വർഷം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഇതെൻ്റെ 3ാമത്തെ വർഷമാണ്. ഈ 3 വർഷത്തിനിടയിൽ നമുക്ക് ഒരു PG ഒരു 3 PGയും അതുപോലെ ഡിഗ്രി ഒരു 2 ഡിഗ്രി പുതിയതായിട്ട് 2 ഡിഗ്രി കോഴ്സുമാണ് നമുക്ക് കഴിഞ്ഞ 2 വർഷമായിട്ട് ലഭിച്ചത്. പിന്നെ ഇതിനോടനുബന്ധിച്ചിട്ട് ഇപ്പോൾ വയനാട്ടിലെ ആദ്യത്തെ കോളേജ് എന്ന നിലയ്ക്ക് നമുക്ക് പല പ്രോഗ്രാംസും സർക്കാരിൻ്റെ പ്രോഗ്രാംസൊക്കെ ഈ കോളേജിലും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ കോഴ്സ് നടക്കുന്നുണ്ട്. ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒരു ബ്രാഞ്ചാണ് നമ്മുടെ കോളേജ്. പിന്നെ അതേപോലെ ഹയർ എഡ്യൂക്കേഷൻ ഗവൺമെൻറ് ഓഫ് കേരള ഗവൺമെൻറ്റിൻ്റെ സ്റ്റുഡൻറ്റ് സപ്പോർട്ട് പ്രോഗ്രാമും അതുപോലെ വാക്ക് വിത്ത് ദ സ്കോളർ, ഉയർന്ന മാർക്കുള്ള കുട്ടികൾക്ക് സിവിൽ സർവീസ് മേഖലയിൽ അവർക്ക് വേണ്ട പരിശീലനം കൊടുക്കുക. അതേപോലെ വളരെ മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് അവർക്ക് ട്യൂഷൻ എന്ന നിലയിൽ വാക്ക് വിത്ത് ദ സ്കോളർ പ്രോഗ്രാം നടക്കുന്നുണ്ട്. പാഠ്യേതര വിഷയങ്ങളിൽ നമ്മുടെ കോളേജിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ? കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ കലാപരമായിട്ടുള്ള അതേപോലെ സ്പോർട്സ് മേഖലയിലും നമ്മൾ വളരെ ശ്രദ്ധ കൊടുക്കുകയും അതുപോലെ എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനം നമുക്ക് കൊടുത്തിട്ടുണ്ട്. ആർട്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കോളേജിന് തിരുവാതിരയുടെ ടീം 3-4 വർഷമായിട്ട് യൂണിവേഴ്സിറ്റിയിലെ F സോണിലും അതുപോലെ ഇൻഡർ സോണിലൊക്കെ നിരവധി സമ്മാനങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 3 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഇൻഡർ സോണിൽ നമ്മളാണ് ഫസ്റ്റ്. അതേപോലെ F സോണിൽ നമ്മളാണ് ഫസ്റ്റ്. ഇൻഡർ സോണിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതേപോലെ നാടകം, ഒപ്പന, ഇതിലൊക്കെ നമുക്ക് F സോണിൽ സ്ഥിരമായിട്ട് നമ്മൾ ഫസ്റ്റ് പ്രൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്പോർട്സ് രംഗത്താണെങ്കിലും നല്ല നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ബോക്സിങ്ങിന് നമുക്ക് 1-2 കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് നാഷണൽ ലെവലിൽ. അതേപോലെ അത്ലറ്റിക്സിന് നമുക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. പഞ്ചഗുസ്തിക്കും നാഷണൽ ലെവലിൽ നമുക്ക് സെലക്ഷൻ കിട്ടിയ സ്റ്റുഡൻസ് ഇപ്പോൾ ഇവിടെ പഠിക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം നമുക്ക് പുതിയൊരു ഗെയിംസ് നമ്മൾ ഒരു ഇവൻറ്റ് തുടങ്ങിയത് ഫെൻസിങ് ആണ്. അപ്പോൾ ഫെൻസിങ്ങിനും യൂണിവേഴ്സിറ്റി ലെവലിൽ പാർട്ടിസിപ്പേഷൻ നമ്മുടെ കോളേജ് റെപ്രസെൻ്റ് ചെയ്ത് പോയിരുന്നു. അതേപോലെ നമുക്ക് നല്ലൊരു ബാസ്കറ്റ്ബോൾ ടീം കോളേജിന് ഉണ്ട്. അതുപോലെ വിമൻസിൻ്റെ വോളിബോൾ ടീമും ഉണ്ട്. വോളിബോളിന് നമുക്ക് സ്ഥിരമായിട്ട് റെഗുലറായിട്ടുള്ളൊരു കോച്ചിങ് നടക്കുന്നുണ്ട്. ഇത്രയും വിലപിടിപ്പുള്ള തൻ്റെ സമയം നമ്മോടൊപ്പം ചെലവഴിച്ച പ്രേംജി സാറിന് എൻ്റെ പേരിലും ഈ കോളേജിൻ്റെ പേരിലും വളരെ നന്ദി അറിയിക്കും. ആണ്ടുകൾ പിന്നിടുമ്പോൾ ഈ കലാലയത്തിന് പൈതൃകമായുള്ളത് ഒരു ദേശത്തിന്റെ മുഴുവൻ സ്പന്ദനവും കേന്ദ്രീകരിച്ച കഥ. എല്ലാ തരത്തിലും പിന്നോക്കം നിന്നിരുന്ന ഒരു ജനതയുടെ വിദ്യാഭ്യാസപരമായ ഉന്നമനത്തിന് ഒരു നാഴികക്കല്ലാകാൻ ഈ കലാലയത്തിന് കഴിഞ്ഞു. ഇനിയും പുലരട്ടെ ഒരു 100 വിജയത്തിന്റെ സംവത്സരങ്ങൾ. സെന്റ് മേരീസ് കോളേജിന്റെ വിജയപാത നിറയെ. വയനാടൻ മലയോരങ്ങൾ മനമറിഞ്ഞു പകർന്നു നൽകിയ സുഗന്ധവും മലനാട്ടിലെ വയലേലകളിൽ തഴുകിപ്പറക്കുന്ന കാറ്റിന്റെ കുളിർമയും
പിന്നണിയൊരുക്കുന്ന ഈ കലാലയത്തിന്റെ 50 ആണ്ടുകൾ പിന്നിട്ട പ്രവർത്തന പഥത്തിൽ അഞ്ജലിബദ്ധരായി നമുക്ക് നിലയുറപ്പിക്കാം. സ്നേഹത്തിന്റെയും ആദരവിന്റെയും ആത്മസമർപ്പണത്തിന്റെയും ഒരു പിടി പുഷ്പങ്ങൾ അർപ്പിക്കാം. സത്വവെണ്മയിടുന്ന ഈ പുണ്യാകാശത്തിൽ ചുറ്റിപ്പറക്കുന്ന കാറ്റ് നമ്മുടെ കാതിലോതുന്നത് എന്താണ്? ഇത് എൻ്റെ കലാലയം അല്ല, ഇത് ഞങ്ങളുടെ കലാലയം. അല്ലേ അല്ല, ഇത് നമ്മുടെ കലാലയം. അതെ, ഇത് നമ്മുടെ കലാലയം.